അപ്പോൾ നമ്മൾ ട്രാക്ടറിലിരുന്നു. ഈ ഓടിക്കണത് അങ്ങേരുടെ മോനാണ്. അതായത് മോനൊരു 10-12 വയസ്സ് കഷ്ടിച്ചുണ്ടാവും. അപ്പോൾ അവരിത് ഫാമിലിയോടെയാണ് അവനെ മീൻസ് വെളിയിൽ നിന്ന് സ്റ്റാഫോ കാര്യങ്ങളോ ആ എക്സ്പെൻസസും ഇല്ല. ഫാമിലി തന്നെ ഒരു ജോയിൻറ്റ് ഫാമിലി ആയിട്ട് അവർ നിൽക്കുമ്പോൾ അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാണ് അവരത് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോനാണ് ഞങ്ങൾ ട്രാക്ടറിലൊക്കെ ഓടിച്ച് ഞങ്ങളെ അവിടെ ഫാം വരെ കൊണ്ടുപോയത്. നല്ല അപ്പുറത്തിപ്പുറത്തൊന്നും ഒരു എന്താ പറയുക കൺസ്ട്രക്ഷൻസൊക്കെ പോലെ ഒന്നും ഇല്ലല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെ പോകുമ്പോൾ നാട്ടിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടിപ്പിക്കൽ വില്ലേജിലൊക്കെ പോകുന്ന ഒരു ഫീലാണ്. ഒരു പണ്ടത്തെ ഒരു ചെറിയ റോഡ്സ് ആയാലും മീൻസ് ടാറൊന്നും ഇടാത്ത റോഡും അങ്ങനത്തെയൊക്കെ നല്ലൊരു നാടൻ ഫീലായിരുന്നു. നല്ല ഫ്രഷ് എയറും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന ഫുൾ ഫാം അവരുടെയാണ്. അപ്പോൾ അമൃത്സർ അവർ ശരിക്കും ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് ആണല്ലോ അമൃത്സറിലൊക്കെ. അപ്പോൾ ഇതൊക്കെ ഫുൾ വീറ്റും റൈസും എല്ലാം കൂടിയാണ് അവർ അതിൻ്റെ കൃഷിയൊക്കെ ചെയ്യണത്. കുറേ വീറ്റായാലും റൈസായാലും പിന്നെ ഫ്രൂട്ട്സിൻ്റെ മറ്റേ പേരില്ലേ, ഫ്രൂട്ട്, നമ്മുടെ പേരയ്ക്ക, അതിൻ്റെയൊക്കെ കൃഷിയുണ്ട്. അപ്പോൾ ഇത് ഈ അങ്ങയുടെ കസിൻ ബ്രദറാണ്. അപ്പോൾ അങ്ങേര് പറയാണ്, അതായത് ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും നമ്മുടെ അടുത്ത് പഠിപ്പില്ലെങ്കിലും കുറച്ചൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമെന്ന് അവർ പറഞ്ഞിരിക്കുകയായിരുന്നു. അവർ നമുക്ക് ഈ ടർബനൊക്കെ അവർ കെട്ടിത്തരും. നമുക്ക് വേണമെങ്കിൽ നമുക്ക് അവരുടെ പോലത്തെ ടർബനൊക്കെ കെട്ടിത്തരും. തലയിൽ കെട്ടുന്ന സാധനമാണ് ടർബൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർ എക്സ്പ്ലെയിൻ ചെയ്യാണ്, അതായത് ഏത് സമയത്താണ് അവർ കൃഷി ചെയ്യണതും പിന്നെ വീട്ടിന് എത്ര ദിവസം എടുക്കും, റൈസ് കൃഷി അത് ശരിയാവാൻ എത്ര സമയം എടുക്കും എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം. ആ കാണുന്ന മരമില്ലേ, ആ മരത്തിൽ നിന്നാണ് അങ്ങനെ പറയണത് ഈ നമ്മുടെ മാച്ച് സ്റ്റിക്കൊക്കെ ഉണ്ടാവില്ലേ, തീപ്പട്ടിക്കൊമ്പ്, അതൊക്കെ അതിൽ നിന്നാണ് ഉണ്ടാവണത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ഇപ്പോൾ കൈ കൊണ്ട് കാണിച്ചില്ല മാച്ച് സ്റ്റിക്ക് അങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു ഫോറിനറും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കുറച്ചൊരു ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ. കാരണം അവർ ആക്ച്വലി അവരുടെ ഹസ്ബൻഡ് ഒരു പാകിസ്ഥാനിയാണ്. അപ്പോൾ അവർ മീൻസ് ഈ ആക്ച്വലി പണ്ട് പാകിസ്ഥാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നമ്മുടെ ബ്രിട്ടീഷർ ഇത് ചെയ്യണ മുമ്പ് ഇന്ത്യ പാകിസ്ഥാനൊക്കെ ഒന്നായിരുന്നല്ലോ. അപ്പോൾ അത് പാർട്ടീഷന് മുമ്പ് അവരുടെ ഹസ്ബൻഡ് ഇന്ത്യയിലായിരുന്നു. അപ്പോൾ പക്ഷേ പാർട്ടീഷൻ കഴിഞ്ഞത് പാകിസ്ഥാനായി പോയി. അപ്പോൾ അവരുടെ നാട് കാണാൻ, ഹസ്ബൻഡിൻ്റെ നാട് കാണാനും മോളെ കാണിക്കാനും വേണ്ടിയാണ് അവർ കൂടെ വന്നത്. അപ്പോൾ ഇത് ആ കാണുന്നതൊക്കെ മസ്റ്റേർഡിൻ്റെ ഒരു ഫീൽഡാണ്. നമ്മുടെ കടുകുണ്ട്, അത് നല്ല ക്യൂട്ട് ലിറ്റിൽ യെല്ലോ കളർ ഫ്ലവേഴ്സ്, നല്ല ഭംഗിയത് കാണാൻ. അത് പഞ്ചാബിൻ്റെ മെയിൻ ഇതാണ്, അതായത് സർസോ കാ സാഗ് ആൻഡ് മക്കീതി റോട്ടി എന്ന് പറയും. അതായത് സർസോ കാ സാഗ് എന്ന് വെച്ചാൽ മസ്റ്റേർഡിൻ്റെ നമ്മുടെ പാലക്കായാലും, പിന്നെ മക്കീതി റോട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോണിൻ്റെ അവർ റൊട്ടി ഉണ്ടാക്കും. നമ്മുടെ ഗോതമ്പ് അല്ലാണ്ട് കോൺ പൊടിച്ചിട്ട് അതിൻ്റെ പൊടി കൊണ്ട് അവർ റൊട്ടി ഉണ്ടാക്കും.